CPM ഏരിയ സമ്മേളന പൊതുയോഗത്തിന് റോഡ് തടഞ്ഞ് പന്തൽ കെട്ടിയ സംഭവത്തിൽ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത പോലീസ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അടക്കം 31 പേരെയാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. മുൻപ് കണ്ടാലറിയുന്ന 500ഓളം ആളുകളെന്നായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പുതുതായി പ്രതി ചേർത്തതിൽ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുഴുവനുണ്ട്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവാണ് കേസിലെ ഒന്നാം പ്രതി. പന്തൽ കെട്ടിയവരടക്കമുള്ളവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും കോടതി തേടിയിട്ടുണ്ടെങ്കിലും അവരെ പ്രതി ചേർക്കേണ്ടതില്ല എന്നാണ് വഞ്ചിയൂർ പോലീസിന്റെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. റോഡ് തടഞ്ഞ് പൊതുയോഗം നടത്തിയ സംഭവത്തിൽ വഞ്ചിയൂർ SHO നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം വഞ്ചിയൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടേണ്ടിയിരുന്നില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസ് വരട്ടെ, കോടതിയിൽ പറയാം. അല്പം പിശക് ഏരിയ കമ്മിറ്റിക്ക് ഉണ്ടായി. ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പാർട്ടി ചെയ്യുമെന്നും ജോയ് കൂട്ടിച്ചേർത്തു. തലസ്ഥാനത്ത് CPM വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിനായി റോഡ് അടച്ചു കെട്ടിയത് കോടതി ലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹൈക്കോടതി ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് നടപടി ഉണ്ടായതെന്നും കോടതി നിരീക്ഷിച്ചു. വഞ്ചിയൂരിൽ റോഡടച്ച് യോഗം നടത്തിയതിൽ കേസ് എടുത്തോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ചില പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ വഞ്ചിയൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞങ്ങൾ വേദി കെട്ടിയിരുന്നത് മെയിൻ റോഡിലല്ല. മെയിൻ റോഡ് എന്ന് പറയുന്നത് കോടതിയുടെ വശത്തുകൂടി പോകുന്നതാണ് മെയിൻ റോഡ്. ആ മെയിൻ റോഡിന് പാരലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ഒരു ബൈ റോഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതാകട്ടെ ആമയിഴഞ്ചാൻ തോടിന്റെ മുകളിൽ സ്ലാബുകൾ നിരത്തിയിട്ടുള്ള ഒരു റോഡാണ്. വലിയ ട്രാഫിക് വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് മെയിൻ റോഡിൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഈ ബൈ റോഡിലാണ് പാർക്കിംഗ് എല്ലാം അനുവദിക്കുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ബൈ റോഡ് എന്ന് പറയുന്നത്, ആമയിഴഞ്ചാൻ തോടിന് മുകളിലുള്ള ഈ പ്രദേശം. അപ്പോൾ അവിടെയാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. അതുമാത്രമല്ല, അന്നത്തെ ദിവസം ജനറൽ ഹോസ്പിറ്റൽ മുതൽ വഞ്ചിയൂർ വരെ വരുന്ന ഭാഗത്ത് സ്മാർട്ട് സിറ്റിയുടെ റോഡ് പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അന്ന് ട്രാഫിക് വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആമയിഴഞ്ചാൻ തോടിന് മുകളിലെ ഈ അടുത്ത കാലത്തായിട്ട് സ്ലാബിട്ട് നികത്തിയ സ്ഥലത്ത് സ്റ്റേജ് നിർമ്മിച്ചത്. സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പൊതുസമ്മേളനങ്ങളും സമരപരിപാടികളുമെല്ലാം ഇങ്ങനെ നടത്താറുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കോൺഗ്രസ് ഒരു വലിയ സമരം ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. ഗവൺമെന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ 2 റോഡുകളും അടച്ച് അവിടെ സ്റ്റേജ് നിർമ്മിച്ചിരുന്നു. അവിടെയും പോലീസ് ഒരു കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം.